8 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല ഇന്നും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ആ വീട്ടിലെത്തിയാൽ ഇപ്പോഴുമുണ്ട് തീ പടർന്നു പിടിച്ച അടയാളം. സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചുകൊണ്ടു നിന്ന കേഡൽ ജിൻസൺ രാജയുടെ മുഖം അങ്ങനെ മറക്കാൻ കഴിയുമോ? കേരളം ഞെട്ടലോടെ കേട്ട നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് 6ാം കോടതി നാളെ വിധിക്കും. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു. ഏപ്രിലിൽ ആയിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങൾ. കേഡൽ ജിൻസൺ രാജ അച്ഛൻ രാജാതങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോലിനെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തി. കഴുത്തിനു പുറകിൽ മഴുകൊണ്ട് വെട്ടിയായിരുന്നു കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 7 വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം വിചാരണ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 65 ദിവസം നീണ്ട വിചാരണയിൽ 42 സാക്ഷികളെ വിസ്തരിച്ചു. 120-ലധികം രേഖകളും 40-ലധികം തൊണ്ടിമുതലും അന്വേഷണത്തിൽ നിർണായകമായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞു. പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളെയൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് കാരണം മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ്. ഇത് സാധൂകരിക്കുന്ന തെളിവടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയെടുത്ത് 313, അതായത് പ്രതിയെടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ളതും പ്രതിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വന്നിട്ടില്ല. അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബൈജു സാറാണ് ഇതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, ഓൺലൈൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ്, എവിഡൻസ് നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്ക്രൂപ്പുലസ് ആയിട്ട് അത് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത്. അത് കേരള പോലീസിന് നമ്മുടെ ഒരു ടീം വർക്കിന്, ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു. വിധി പ്രസ്താവം കേൾക്കാൻ പ്രതിയെയും കോടതിയിൽ എത്തിച്ചിരുന്നു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസ് അന്വേഷണത്തിൽ നിർണായകമായി. ന്യൂസ് 18 തിരുവനന്തപുരം.